ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടൊരു എൻ്റെ ഒരു വ്യൂ പോയിൻ്റ്, എൻ്റെ ഒരു അഭിപ്രായം ഫ്രം മൈ നോളജ്, എൻ്റെ നോളജ് വെച്ചിട്ട് അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളൊരു കാര്യം ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഷുഗർ അഡിക്ഷനിലേക്ക് പോവാം. ഷുഗർ അഡിക്ഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നത്. ഷുഗർ എ ഡ്രഗ്, വാട്ട് ഈസ് ഷുഗർ അഡിക്ഷൻ, ഡിഫീറ്റ് ഷുഗർ അഡിക്ഷൻ ബൈ മൈക്കൽ കോളിൻസ്, അഡിക്റ്റീവ് ഫുഡ്സ്. ഓക്കെ, നമുക്ക് ഈസ് ഷുഗർ എ ഡ്രഗ് of our great nation. This valuable white powder is being imported by the tons to satisfy the cravings of millions of deliciously delinquent addicts. And the most... അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഒരു ഷുഗറിനെ ഒരു ഡ്രഗായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ആഡ് പോലത്തെ ഒരു സംഭവം. ആഡല്ല അത്, അതൊരു ഡോക്യുമെൻ്ററിയുടെ എന്തോ ഒരു പാർട്ടാണെന്ന് തോന്നുന്നു. ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് തോന്നുന്നുണ്ട് ഷുഗറിന് എഗനിസ്റ്റ് ആയിട്ടുള്ള. Children. Doctors say this little girl might never come down from her sugar high. Why do our brains love sugar so much, even when we know it can be so bad for us? Chemically speaking, sugar is a broad term, a whole group of generally sweet-tasting carbohydrates, basically anything on the ingredient label ending in that. Sugar is a confusing part of our diet because it is... ഓക്കെ, സോ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഫുഡ് ലേബലിനകത്ത് OSC ഇലെൻഡ് ചെയ്യുന്നതെല്ലാം ഷുഗറാണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കാലഘട്ടം കഴിഞ്ഞ സമയത്ത് നമ്മൾ മനസ്സിലാക്കി ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കെമിക്കലാണ് എന്നുള്ളത്. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ബാഡാണെന്നുള്ളത്. ഇപ്പോൾ ആരെടുത്ത് പോയി ചോദിച്ചാലും പറയാം ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ചെയ്യണം എന്ന് തന്നെ എല്ലാവരും പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഫുഡിലേക്ക് ഷുഗർ മറ്റ് പല പേരിലായിട്ട് സ്നീക്ക് ഇൻ ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട് ഇപ്പോൾ. കാര്യം നമ്മൾ മോഡേൺ ഡേയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഡയറ്റ് ചെയ്യണം, സീരിയസ് ആയിട്ടുള്ളൊരു ഡയറ്റ് ചെയ്യണം, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ഹാബിറ്റ്, ഡയറ്റിംഗ് എന്ന് ഞാൻ പറയത്തില്ല, ഈറ്റിംഗ് ഹാബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ടല്ലാതെ ലോങ് ടേം ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ലേബിൾസ് റീഡ് ചെയ്യാനായിട്ട്, അതിൽ ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് കൃത്യമായിട്ട് അറിയണം. കാര്യം ഇങ്ങനത്തെ ഓരോ രീതിയിൽ ഷുഗറിനെ മാസ്ക് ചെയ്തുകൊണ്ട് മറ്റു പല പേരിലായിട്ട് നമ്മുടെ ഫുഡിലേക്ക് ഇൻഫിൽട്രേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. Consumes a fifth of your daily calories, and it pretty much only wants those calories in the form of glucose. So it's no surprise that our brains reward us when we eat sugar. When we take a bite of food, certain molecules activate receptors that are spread all over our tongue. Taste buds evolved to pick out flavors that were important to our ancestors' survival. Bitter flavors could signal poisonous foods. Sour might signal unripe or spoiled foods that can make us sick. But sweet tastes told our ancestors they'd found a quick, easy energy source. Those taste buds send signals to the brain. ഓക്കെ, നമ്മുടെ ടങ്കിലുള്ള ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ നമ്മുടെ എവല്യൂഷൻ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഷീസ് അതിനെ അതിൽ ബിറ്ററായിട്ടുള്ള ടേസ്റ്റിനെ പോയ്സണായിട്ടും സ്വീറ്റായിട്ടുള്ളതിനെ ഗുഡായിട്ടും ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വീറ്റ് കഴിക്കുമ്പോൾ ഇവൻ തോ അത് പോയ്സൺ ആണെങ്കിലും, അതായത് നമ്മുടെ ഹെൽത്തിനെ ഹാമായിട്ട് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ ഗുഡായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അതാണ് നമ്മൾ സ്വീറ്റ് കഴിച്ചാലും ഇറ്റ്സ് ഗുഡ്, വീണ്ടും കഴിക്കുക എന്നുള്ളൊരു നാച്ചുറൽ ട്രിഗർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. And sugar is a flavor we're born to crave. This all worked out fine when sugar was hard to find, but today sugar is everywhere we look. The sugarcane plant was first domesticated around 8000 BC. People would chew on leaves for a sweet treat. By 327 BC, one of Alexander the Great's generals spoke of a reed in India that brings forth honey without the help of bees. But crystalline sugar remained rare until around 500 AD. Arab traders used technology to make sugar on a large scale, and during the Muslim conquest of the Mediterranean, sugar followed wherever their armies went. But despite hundreds of years of trading, sweet salt was still a rare and expensive luxury until a guy named Christopher Columbus brought sugarcane to the New World.
Over the next few centuries, millions of African and Native American slaves were put to work making sugar, which got turned into rum, which got turned into money, which funded more slave trade, which produced more sugar. ഷുഗറിൻ്റെ ഒരു എവല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഈ കണ്ടത്. ഷുഗർ ആക്ച്വലി ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ആയിട്ട് പിന്നെ ഒരു വലിയൊരു രീതിയിലേക്ക് മാസ് പ്രൊഡക്ഷൻ നടക്കുമായിരുന്നു. അപ്പോൾ ഈ ബൗണ്ടായിട്ടുള്ള ഫോം ചെയ്യുന്നതിനെ വേർതിരിച്ചെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. നാച്ചുറലി ഷുഗർ കെയിനകത്തുള്ളൊരു സാധനമാണ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടെ അത് അവിടുത്തുള്ള കെമിക്കൽസുമായിട്ട്, അതായത് അവിടുത്തുള്ള മറ്റ് ന്യൂട്രിയൻസുമായിട്ട് ബൗണ്ടാണ്, ഫൈബറുമായിട്ട് ബൗണ്ടാണ്, ന്യൂട്രിയൻസുമായിട്ട് ബൗണ്ടാണ്. നമ്മളതിനെ ഐസൊലേറ്റ് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുമ്പോൾ അതൊരു പോയ്സൺ ആവാം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നും, അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ അതിനേക്കാളും മനസ്സിലാക്കിയിട്ടിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ലേവറി ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ സ്ലേവറി നമ്മളിപ്പോൾ ഏത് കിങ്ഡം എടുത്ത് നോക്കിയാലും അവിടെ സ്ലേവറി ഉണ്ടെങ്കിൽ ആ റൂളർ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കിങ്ഡത്തിൽ ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഒരുപാട് ലക്ഷറി ആഗ്രഹിച്ചിരുന്ന ആൾക്കാരുണ്ടാവും, വെൽത്ത് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതേപോലൊരു സംഭവം തന്നെയാണ് ഈ ഷുഗറിൻ്റെ ഒരു എക്സിസ്റ്റൻസിന് കാരണം. മാസ് പ്രൊഡക്ഷനായിട്ടുള്ളൊരു റീസണും അത് തന്നെയാണ്. When Europeans realized sugar made other imports like coffee, tea, and chocolate actually taste good, suddenly people were adding sugar to everything. Between 1700 and 1900, the average person in England went from eating 4 pounds of sugar a year to nearly 100 pounds annually. Now, I'm not saying our evolutionary sweet tooth molded most of Western world history, but I'm not saying that either. Today we find sugar in obvious places, even in natural foods like milk and fruit, but it also sneaks into foods that you wouldn't expect, like tomato sauce, yogurt, crackers, peanut butter. We even put sugar on our headache candies. Nutrition experts say it's best to only add about 25 grams of sugar a day to our diet, which is a lot less than you think. Yet the average American consumes more than 3 times the recommended amount, translating to about 66 pounds of added sugar every year. And even though we're not aware we're eating that hidden sugar, our taste buds tell our brain it's there, and that gets us into trouble. Our brain is wired with a complex reward system whose purpose is basically to tell us whether we should do something again. Pleasurable experiences flush certain parts of our brain with dopamine, a neurotransmitter. That reward signal is tied to other circuits that control memory, so we associate liking something with wanting it. We learn to seek out those. ഓക്കെ, അതിങ്ങ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ എന്തൊരു ആക്ട് ചെയ്താലും അതിൻ്റെ പുറകിൽ നമ്മുടെ ഒരു ഡിസിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായാലും ശരി, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതിന് ബ്രെയിനിനെ ഒരു കൺട്രോൾഡ് രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഹാബിറ്റായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം ഓവറായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര വലിയൊരു ട്രിഗറാണ്. ആ ഒരു ട്രിഗർ പിന്നീടുള്ള നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഡിസിഷനെ, അതായത് നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചാലും അൺഹെൽത്തി ചോയ്സസിലേക്ക്, ഷുഗറിലേക്ക് പോകാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്ലഷർ ഫുഡുണ്ട്, അതായത് നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഫുഡ്. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബ്രെയിനിലൊരു കെമിക്കൽ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്, ഒരു ആക്ച്വൽ കെമിക്കൽ ആക്ടിവിറ്റി. ആ ഒരു കെമിക്കൽ ആക്ടിവിറ്റി കാരണമാണ് നമുക്കൊരു ഹാപ്പിനെസ് ഫീലിംഗ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ കഴിക്കുന്നു നമ്മുടെ ഒരു മൈൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു തോട്ട് മാത്രമല്ല. ആക്ച്വലി ദർ ഇസ് എ കെമിക്കൽ ആക്ടിവിറ്റി. ഈ കെമിക്കൽ ആക്ടിവിറ്റി കാരണം തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു പ്ലഷർ ഫുഡ്സ് കഴിക്കാനായിട്ട് ഒരു അഡിക്ഷൻ പോലെ നമുക്ക് തോന്നുന്നത്. Pleasurable experiences again. Another one. Another one. And another one. Another one. And another one. Drugs and alcohol cause huge explosions of dopamine that overload our reward system, creating cravings that some people have trouble controlling. That's addiction. Sugar causes similar but smaller dopamine explosions, and that's why some people have trouble saying no to sweet stuff. അഡിക്ഷനെ പറ്റിയിട്ട് ആണ് പറയുന്നത്. നമുക്ക് ആൽക്കഹോൾ, ഡ്രഗ്സ് ഇതെല്ലാം നമ്മുടെ ഹെൽത്തിനെ മോശമാണെന്ന് അറിഞ്ഞിട്ടും ഹെൽത്തിനെ ഹാം ചെയ്യുന്ന കാര്യമാണെന്ന് അറിഞ്ഞിട്ടും നമ്മളത് വീണ്ടും പോയി കൺസ്യൂം ചെയ്യും. നമ്മുടെ ആൽക്കഹോളിൻ്റെ ബോട്ടിലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ ആൾക്കാർ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് കയ്യിലുള്ള കാശും കൊടുത്ത് ആൽക്കഹോൾ മേടിച്ച് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലീഗലി കിട്ടുന്ന ഒരു സംഭവമാണ് സെയിം ലെവൽ ഓഫ് കാര്യങ്ങളെല്ലാം ട്രിഗർ ചെയ്യുന്ന, സെയിം ലെവൽ ഓഫ് അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഷുഗറും. പക്ഷെ അത് ഇല്ലീഗലല്ല, അതിനെപ്പറ്റി ആരും ബോധേഡും അല്ല. അപ്പോൾ അതിങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമ്മളത് വീണ്ടും വീണ്ടും വളരെ ഈസി ആയിട്ട് അതിനെ മേടിച്ച് കൺസ്യൂം ചെയ്യുന്നു, റിപ്പീറ്റഡ്ലി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നു.
you ate the same meal every day for a month, a delicious fresh salad and a cookie. The first day, your brain might give you a similar yummy dopamine reward for both courses, but our brains crave variety. After weeks of eating the same salad, our brain will get bored and our dopamine reward will fade. But sugary foods don't get boring. Our brain keeps pumping out that dopamine kick with each bite. This is why some scientists are asking if sugar should be treated. ഡോപ്പമീൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കറൻസിയാണ്, റിവാർഡ് സിസ്റ്റത്തിൻ്റെ കറൻസി. അപ്പോൾ ഈ പറഞ്ഞത് നമ്മളൊരു സെയിം കൈൻഡ് ഓഫ് ഹെൽത്തി മീലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഹെൽത്തി മീൽ സെയിം കൈൻഡ് ഓഫ് റിപ്പീറ്റഡ്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറൈറ്റി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബോറായി പോകും. കാര്യം When the Wall Street Journal asked Americans to rank dangerous substances, sugar beat out marijuana. And just like the tobacco industry, Harvard scientists in the 1960s were paid. 60s നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രി നമ്മളെ മൊത്തത്തിലൊരു നമ്മൾ ഹ്യൂമൻസ് ഒരു ഇൻഫർമേഷൻ്റെ രീതിയിൽ ഇങ്ങനെ അബ്രിങ് ആയി വന്ന ആ സമയത്ത് തന്നെ ആണ് ഈ സംഭവിച്ചിരിക്കുന്നത്. 60s ഷുഗർ ഓവർ കൺസപ്ഷൻ കാരണം, അതായത് ഷുഗറിൻ്റെ കൺസപ്ഷൻ കാരണം ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇതൊക്കെ കൂടി വരുന്ന സമയത്ത് തന്നെ സയൻറ്റിസ്റ്റുകൾക്ക് ക്യാഷ് കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റഡീസിനെ സപ്രസ് ചെയ്തു എന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ അത് എങ്ങോട്ടെങ്കിലും ഒരു കാര്യം ആൾക്കാർക്കൊരു ഡിസീസ് കൂടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് അവരെ ബ്ലെയിം കൊണ്ടിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റിലാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഹോമോസാപ്പിയൻസിൻ്റെ നമ്മളൊരു ഫിസിയോളജി, നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ഹോർമോണൽ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈമറി ഫ്യൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റാണ്, ഷുഗർ അല്ല. ഒരിക്കലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഓവർ കൺസ്യൂം ചെയ്തിട്ട് അങ്ങനെ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർ നമ്മുടെ ഒരു ഐഡിയൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതി മാറിയിട്ട് കുറേയൊക്കെ ഒബീസായിട്ടും കുറേ ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഏരിയാസിൽ ഓവർ ഫാറ്റായിട്ടും മടിയായിട്ടും പിന്നെ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കാര്യങ്ങൾ, ബ്രെയിൻ ഗ്രോത്ത് പ്രോപ്പർ ആവുന്നില്ല, പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തുള്ള സിംറ്റംസ് പലത് കാണിച്ചു തുടങ്ങിയത്. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ബിഗിനിങ് ആണ് ഈ 1960s. അവിടെയുള്ള ഈ സ്റ്റഡീസ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സപ്രസ് ചെയ്ത്. ഇതിൻ്റെ പിന്നിലൊക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചീപ്പായിട്ട് നമുക്ക് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് പല രീതിയിൽ, അത് ഒരു ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവ് കൂടെയാണ്. അതിന് എന്തിൽ ആഡ് ചെയ്താലും അവസാനം കുറേ പ്രിസർവ് ആവും. ചീപ്പാണ്, പ്രിസർവേറ്റീവാണ്, ടേസ്റ്റിയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ സ്ലേബ്സിനെ വെച്ച് എത്ര വേണോ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാം, ആൾക്കാരത് ട്രേഡ് ചെയ്യും. നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ആൽക്കഹോൾ പോലെ തന്നെ നമുക്കിപ്പം അത് മോശമാണെന്ന് അറിഞ്ഞാലും നമ്മുടെ കുട്ടിയേക്കായാലും നമുക്കായാലും ഷുഗർ നമ്മൾ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിന് ആവശ്യമുള്ള ക്യാഷ് കൊടുക്കും, എടുക്കും, കഴിക്കും. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ ആൾക്കാർ, അല്ലെങ്കിൽ ഇന്നും ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ ഒത്തിരി ഫുഡ് കമ്പനീസൊക്കെ അതിനൊത്തിരി പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഷുഗറിൻ്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഷുഗർ ബാഡാണ് എന്നുള്ള ന്യൂസ് വൈഡ് സ്പ്രെഡായിട്ട് വരാതിരിക്കാൻ. To shift the blame for heart disease to people eating too much fat. Sugar kicks off chain reactions in our brain that make us feel good. But if we enjoy it too much, we can forget how to say no. No. Nobody wants to make donuts a controlled substance, but just remember, a little self-control can feel pretty good too. Stay curious.